വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചി നഗരസഭയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഫോർട്ട് കൊച്ചി സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഫോർട്ട് കൊച്ചി മേഖലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കൊച്ചി നഗരസഭയുടെ അഴിമതിക്കും ദുർഭരണത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ഫോർട്ട് കൊച്ചി സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് മാങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രതിഷേധ കൂട്ടായ്മ മണ്ഡലം പ്രസിഡന്റ് സോണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 74 കോർപ്പറേഷൻ വാർഡുകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇവിടുത്തെ യോഗവും അതിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സോണി സംസാരിക്കുമ്പോൾ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീപിടുത്തം അടക്കമുള്ള സംവിധാനങ്ങൾ ഈ 4 വർഷക്കാലം കൊച്ചി നഗരസഭ ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഭരണം നിർവഹിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിനകത്ത് ബ്രഹ്മപുരത്ത് മൈനിങ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി. ആ മാലിന്യം ആദ്യം ടെൻഡർ ചെയ്തത് UDF-ന്റെ കാലത്ത് 14 കോടി രൂപയ്ക്കാണ്. LDF-ന്റെ ഭരണം വന്നപ്പോ സോണ്ട എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് 27 കോടി രൂപ മുടക്കി നൽകി. LDF-ന്റെ കൺവീനറായിട്ടുള്ള വൈക്കം വിശ്വന്റെ മകന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് മുൻകൂട്ടി പണം നൽകുന്ന സാഹചര്യം, ജോലി ചെയ്യാതെ പണം നൽകുന്ന സാഹചര്യം. ആ ഫയല് വിജിലൻസിലേക്ക് പോയി നടപടി പ്രക്രിയകളുമായി മുമ്പോട്ട് പോയി. ബ്രഹ്മപുരത്തെ മാലിന്യം വളർന്നു തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് വിജിലൻസ് നീങ്ങുമ്പോൾ ഒരു സുപ്രഭാതത്തിനകത്ത് ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് തീപിടിച്ച് ഈ നഗരത്തെ ഒരു ഗ്യാസ് ഫർണസിലേക്ക് തള്ളിവിട്ട് ഈ നഗരത്തിലെ ജനങ്ങളെ കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിക്കുന്ന തരത്തിലേക്ക് ഈ ജനങ്ങളെ ഒരു വലിയ ആരോഗ്യ പ്രശ്നത്തിലേക്ക് തള്ളിവിട്ട ഒരു ഭരണം. ആ ഭരണത്തിനകത്ത് നിലനിന്നിരുന്ന DCC ജനറൽ സെക്രട്ടറി KM റഹീം മുഖ്യ പ്രഭാഷണം നടത്തി. കൊച്ചി നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ TP ജ്ഞാനേഷ് കുമാർ, ഗോപാലകൃഷ്ണൻ, PS അഹമ്മദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബാബു എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ ഏറ്റവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കൊച്ചിക്കാർക്ക് ഇന്ന് കൊതുകടി കൂടാതെ കിടന്നുറങ്ങുവാൻ പറ്റാത്ത സാഹചര്യമാണ്. കോർപ്പറേഷൻ ആകുന്നതിന് മുമ്പ് എത്രയോ ഫലപ്രദമായി ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമായിരുന്നു. നമുക്കറിയാം, കാണകളിലൂടെ ഉപ്പുവെള്ളം ഓടിക്കുന്നതും കാണകൾ മരുന്നടിക്കുന്നതും വളരെ കൃത്യമായി നടത്തുകയും ഫലപ്രദമായിട്ട് ഈ കൊതുകുകടിയിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ചെറുക്കുവാനായിട്ട് അന്നത്തെ ഭരണസമിതിക്ക് സാധിച്ചിരുന്നു. കാലമേറെ മുന്നോട്ട് പോയപ്പോ അത് കൂടുതൽ ഫലപ്രദമായി ചെയ്യേണ്ടതിന് പകരം അതിന്റെ ഫണ്ട് മാത്രം കൃത്യമായി അടിച്ചു മാറ്റുകയും കൃത്യമായ യാതൊരുവിധ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താതെ മഴക്കാല പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PB ഷംസു, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് B, PA ശശി, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ CP ആന്റണി, TA ജോൺ, ഷിഹാബ് KS, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ബീന പോൾ, സരിത ജോൺസൺ, സിന്ധു മോഹൻ എന്നിവരും സതീശൻ, ബെൻസൺ, ആന്റണി, സുബ്രഹ്മണ്യം, അനിൽകുമാർ, വില്യംസ്, KM ജോൺസൺ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.